നമസ്കാരം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ ആലപ്പുഴയെ കൂടി എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം. സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വലിയ ഒരു മുന്നേറ്റം ഇവിടെ NDAക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലപ്പുഴയിലേക്ക് എത്തുമെന്നതിന്റെ ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതിന്റെ കൃത്യമായ തീയതി അടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തായാലും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇവരടക്കമുള്ള നേതാക്കൾ, ദേശീയ നേതാക്കൾ ആലപ്പുഴ ബീച്ചിൽ വന്ന് ജനസാഗരത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പ്രധാനമന്ത്രി ആലപ്പുഴയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവവും അതിനോടൊപ്പം തന്നെ നേതൃപാഠവും നിലവിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയും ഒക്കെ തന്നെയാണ് ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഉൾപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ആലപ്പുഴ മണ്ഡലം. എ ക്ലാസ് പട്ടികയിലായതോടുകൂടി ഇതിന്റെ നേതൃത്വം കേന്ദ്രം തന്നെ ആയിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലമായി മാറിയതിന് തൊട്ടു പിന്നാലെ ആലപ്പുഴയിലെ നേതൃമാറ്റം കൂടി സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണുള്ളത്. മാവേലിക്കര മണ്ഡലത്തിന്റെ ചുമതലയുള്ള BJPയുടെ ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാറിനെയും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് വേണ്ടി നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. RSSന്റെ പ്രാന്തീയ കാര്യകാരി സദസ്യൻ MR പ്രസാദിനെയും പുതുതായി നിയോഗിച്ചിട്ടുണ്ട്. ഇനി ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് RSS ആയിരിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിലവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.